പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇരിക്കെ മകരസംക്രാന്തി കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് സംക്രാന്തിയാണ്. ആയതിനാൽ ആചാരങ്ങളിൽ മാറ്റം വരുത്തുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സെക്രട്ടേറിയറ്റിലും ജില്ലാ കളക്ടറേറ്റിലും ഉപരോധം നടത്തണം എന്നൊരു അടിസ്ഥാനത്തിലാണ് കോട്ടയത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്രയുള്ളൂ. ഐക്യജനാധിപത്യ മുന്നണിയുടെ ആഹ്വാനമുള്ളതുകൊണ്ട് ഒരു ഉപരോധം നടത്തുന്നു എന്നേ ഉള്ളൂ. പിന്നെ കാരണം അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ പത്രത്തിൽ കാണുന്നു, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോലെ യാത്ര ചെയ്യുക. നമ്മൾ കണ്ടു, പാവപ്പെട്ടവർക്ക് 10,000 രൂപ വെച്ച് കൊടുക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇപ്പോൾ യാത്ര ചെയ്യുന്നത് സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ്. ഇന്ന് പത്രത്തിലുണ്ട് അദ്ദേഹത്തിന്റെ ഒരു യാത്രയ്ക്ക് ചെലവായത് 7 ലക്ഷം രൂപ. ഞങ്ങൾ കാണുന്നു, തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് മുഖ്യമന്ത്രി വരുന്നത് പ്രത്യേക വിമാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ സമീപനം? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് സ്പെഷ്യൽ ഫ്ലൈറ്റോ? വിശ്വസിക്കാനാവുന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് വിശ്വസിക്കണമെന്നുമില്ല. ആട്ടെ, സമരം തുടരട്ടെ. സമാധാനപരമായി പൈക്കറ്റ് നടത്തണം എന്നതാണ് ഐക്യജനാധിപത്യം തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രവർത്തകർ ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പാരമ്പര്യം അതാണ്, നമ്മുടെ സംസ്കാരം അതാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ആട്ടെ, മത്സരം എങ്ങനെയാ? കോട്ടയത്ത് ആരാ? ഈ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തത് കൊണ്ട് കോട്ടയം കോൺഗ്രസ് എടുക്കുകയല്ലേ? മുന്നണിക്ക് അതൊരു പാരമ്പര്യമുണ്ട്. ഒരു പാർട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പിടിച്ചെടുക്കാൻ, സീറ്റുകൾ തട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അപ്രമാദിത്വം കാണിച്ച് ഏതെങ്കിലും സീറ്റുകൾ കൈക്കലാക്കാൻ ഇന്ന് വരെ ജനാധിപത്യ മുന്നണിയിൽ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടില്ല, കീഴ്വഴക്കം ഉണ്ടായില്ല. അതിൻ്റെ കീഴ്വഴക്കം അനുസരിച്ച് സമാധാനപരമായി ഈ സീറ്റ് വിഹിതം പൂർത്തീകരിക്കും. ഐക്യജനാധിപത്യ മുന്നണിയുടെ പാരമ്പര്യം അനുസരിച്ച് എന്ന് പറയുമ്പോൾ അവസാന നിമിഷത്തിലായിരിക്കും തീരുമാനം വരിക. നോമിനേഷൻ കൊടുത്തവരെ കൊണ്ടത് പിൻവലിപ്പിക്കാനും ചുമരിൽ എഴുതിയവരെ കൊണ്ട് അത് മായ്പിക്കാനും ഒക്കെ മതി. ഈ പ്രാവശ്യം ശ്രീ രാഹുൽ ഗാന്ധി എടുത്ത സമീപനമുണ്ട്. കഴിയുന്നത്ര നേരത്തെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുമെന്നതാണ്. അത് അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം സംസ്ഥാനത്ത് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാലേകൂട്ടി വളരെ മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ച ആരംഭിച്ചിട്ടില്ല. 29-ാം തീയതി ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, ഇലക്ഷൻ കമ്മിറ്റിയെ കൂടാൻ പോകുന്നുള്ളൂ. ആ സമയത്ത് അത്തരം കാര്യങ്ങൾ ആലോചിക്കുമെന്നുള്ളതല്ലാതെ ഇപ്പം ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല, ഒരു ചർച്ചയും. എന്നാ പോട്ടെ, PC ജോർജിൻ്റെ കാര്യം എങ്ങനെയാ? ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് പിടിക്കാൻ ഇക്കുറി PC ജോർജ് ഉണ്ടാവില്ലേ? PC ജോർജിൻ്റെ ഞാൻ പറയുന്നു, PC ജോർജിൻ്റെ ഒരു ഇത് വന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം UDF-ൽ വന്ന അപേക്ഷകൾ മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു. ജനതാദളിൻ്റെ ആളുകളെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് തീരുമാനിച്ചു. മറ്റുള്ള എല്ലാ പാർട്ടികളുമായി ഞാൻ കൺവീനറായ ഒരു കമ്മിറ്റി വെച്ച് അവരുമായി ചർച്ച ചെയ്ത് 15 ദിവസം തീരുമാനമെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ PC ജോർജ് UDF-ൽ ചേരണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നു, കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ കത്താണ്. അതുകൊണ്ട് UDF-ൻ്റെ അജണ്ടയിൽ അത് വന്നില്ല. അത് പരിശോധിക്കേണ്ടതും പരിഗണിക്കേണ്ടതും KPCC ആണ്. KPCCയുടെ ഉന്നതാധികാര സമിതി കൂടിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. എത്രയും പെട്ടെന്ന് തീരുമാനിച്ച് PC-യെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കണം എന്നാണ് പൊളിമിക്സിൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ
തിരഞ്ഞെടുപ്പ് കാലത്ത് PC കോൺഗ്രസിന് ഒരു അസറ്റായിരിക്കും. കണ്ടില്ലേ, മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടില്ലേ? അങ്ങനെ ഓടിക്കാൻ നോക്കണം. ഞാൻ പോകുന്നില്ല. ഇത് ഒറ്റ കമലയോ ഞാൻ കണ്ടോളാം. മനസ്സിലായില്ലേ? നിന്നെയൊക്കെ അവിടെ മനസ്സിൽ വെച്ചാൽ മതിയാ രാത്രി. അങ്ങനെ പോകുന്നതാണ് മനസ്സിലായോ? മര്യാദ വളർന്നവരൊക്കെ ഈ നാട്ടിൽ ജനിച്ചവനെ ഞാൻ, ഈ കമല വളർന്നവനെ ഞാൻ, നിന്നെപ്പോലെ ചന്തയായിട്ട് വളർന്നവനെ ഇതൊക്കെ പഠിച്ചു. നീ ചന്തയാണെങ്കിൽ 10 ചന്തയല്ലേ, നിനക്കറിയാമോ? നിന്നെക്കാളൊക്കെ കൂടി ചന്ത നീ പഠിച്ചോ. അങ്ങനെ പേടിച്ചു പോകുന്ന നല്ലയാണ്, നിന്നെയൊന്നും പേടിച്ചു പോകുന്ന നല്ലയാണ്. ഈ കവല വളർന്നവനെ മനസ്സിലായില്ലേ? എന്നെ കൂടി തോൽപ്പിക്കുന്നു. നീ തുണിയ 10ആയിട്ട് കൂടാതെ കൂടിക്കൊണ്ടിരിക്കുന്നത് സംശയം ഇവർക്ക് നന്നാവുക നോക്കില്ല. തീർച്ചയായിട്ടും കൂടിയാൽ കുടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? എന്നോട് മര്യാദ ഇവിടെ കയറി വന്നപ്പോൾ തുടങ്ങിയോ അവിടെ കോഴി തോപ്പിക്കാൻ നോക്കട്ടെ. നീ ഉയർന്നാലും പോകും, അത്ര തന്നെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഈ മര്യാദ വേണ്ടി അതുകൊണ്ട് അവിടെ ഊർജ്ജം നിർത്തിയെങ്കിൽ ഈ കളി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. PC പുതിയ കളി ഉദ്ഘാടനം ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, മാണി കോൺഗ്രസ് വേറൊരു കളി തുടങ്ങിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു കേരള യാത്ര നടത്തുകയാണ്. 3 മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും: കർഷക രക്ഷ, മതേതര ഭാരതം, പുതിയ കേരള. ആ മൂന്നാമത്തെ ആവശ്യം എവിടെയോ കേട്ടതുപോലുണ്ടല്ലോ, പുതിയ കേരളം. അതെവിടെയോ കേട്ടിട്ടുണ്ട്. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നോട്ട് വെക്കാത്തൊരു കാര്യം ഒരു പുതിയ കേരളമാണ്. ആ പുതിയ കേരളം എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അടുത്ത ഒരു 10 വർഷത്തേക്ക് കേരളം എങ്ങനെയായിരിക്കണം, അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലും പൊതുഗതാഗതവും മാലിന്യ നിർമ്മാണവും ഇതൊക്കെയായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സ്വരൂപിച്ച് നമ്മൾ ഒരു വികസന മാനിഫെസ്റ്റോ ഈ യാത്രയിൽ നമ്മൾ ക്രോഡീകരിച്ച് നമ്മൾ നടപ്പിലാക്കുന്നതായിരിക്കും. പിണറായി വിജയൻ എന്നൊരാൾ 1-2 വർഷമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന നവകേരളം എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും.